ഒരു കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി മാറി പറഞ്ഞിരുന്ന, പ്രത്യേകിച്ചും ജോർജ് ബുഷൊക്കെ പറഞ്ഞിരുന്ന തിന്മയുടെ ഒരു അച്ചുതണ്ടുണ്ട്. ഇറാൻ, സിറിയ, നോർത്ത് കൊറിയ. ആ തിന്മയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത് പാശ്ചാത്യ അമേരിക്കൻ ട്രാൻസ് അറ്റ്ലാന്റിക് പെർസ്പെക്റ്റീവിലാണ്. കാരണം അവർ നയിക്കുന്ന ഒരു ലോകക്രമത്തിന് തടയിടാൻ, വെല്ലുവിളിയാകാൻ റഷ്യ പോലും അമേരിക്കയോട് പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന 90കളുടെ ആദ്യ പകുതിയിൽ, സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമുള്ള ആ സമയത്ത് റെസിസ്റ്റ് ചെയ്തിരുന്നത് അമേരിക്കൻ കേന്ദ്രീകൃത, പാശ്ചാത്യ യൂറോപ്യൻ കേന്ദ്രീകൃത ലോകക്രമത്തിനെതിരെ റെസിസ്റ്റ് ചെയ്തിരുന്ന 2-3 രാജ്യങ്ങളാണ്. സിറിയയിൽ ഹഫീസ് അൽ അസദ്, അന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബാഷർ അൽ അസദ്. ഇറാനിൽ അയത്തുള്ള ഖൊമേനി 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാൻ്റെ പരമാധ്യക്ഷൻ. രാഷ്ട്രീയവും അല്ലെങ്കിൽ മതപരവുമായ ടെമ്പറൽ ആൻഡ് പൊളിറ്റിക്കൽ പവേഴ്സ് കൺവേർജ് ഓൺ വൺ പേഴ്സൺ കോൾഡ് ഖൊമേനി. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 89 അധികാരത്തിലെത്തിയ അയത്തുള്ള അലി ഖമനി, ഇദ്ദേഹമാണ് ഒരുപക്ഷെ തിന്മയുടെ അച്ചുതണ്ടിനെ ഇറാനിൽ നിന്നുകൊണ്ട് നയിച്ചിരുന്നത്. അതുപോലെ കൊറിയ, നമുക്കറിയാം, കൊറിയയിലെ കിം ഉൽ സങ് എന്ന ഏകാധിപതി, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ അധികാരത്തിലാണ്, കിം ജോങ് ഉൻ. കിം ഇൽ സങ്ങിൻ്റെ മകൻ കിം ജോങ് ഇൽ, അദ്ദേഹത്തിൻ്റെ മകൻ കിം ജോങ് ഉൻ. അപ്പോൾ ഈ ഏകാധിപതികൾ നയിക്കുന്ന രാജ്യങ്ങൾ, അത് സിറിയയിൽ ഇപ്പോഴത്തെ ഹഫീസ് അൽ അസദിൻ്റെ മകൻ ബാഷർ അൽ അസദ് ആകട്ടെ, ഇറാനിലെ അയത്തുള്ള അലി ഖമനി ആകട്ടെ, കൊറിയയിലെ കിം ജോങ് ഉൻ ആകട്ടെ, ഇവരെല്ലാം തിന്മയുടെ വക്താക്കളായിട്ട് മാത്രമേ പാശ്ചാത്യ ചേരിക്ക് കാണാനാവൂ. പക്ഷെ ഒന്നോർക്കൂ, പാശ്ചാത്യ ലോകത്തെ റെസിസ്റ്റ് ചെയ്യാൻ, പാശ്ചാത്യ ലോകം ഡോളർ അധിഷ്ഠിത ലോകക്രമത്തെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ ഓർഡർ, ജനാധിപത്യ ക്രമം എന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ ജനാധിപത്യം, മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്നാണല്ലോ അമേരിക്കയുടെ നയം തന്നെ. മറ്റ് രാജ്യങ്ങളിലും ജനാധിപത്യം വാഴണം എന്ന് പറയുമ്പോൾ, ജനാധിപത്യത്തിൻ്റെ ഒരു ആഘോഷം ലോകം മുമ്പാകെ വരുമ്പോൾ അത് അമേരിക്ക അനുകൂലമായി മാറ്റിയെടുക്കുക എന്നൊരു സ്വാർത്ഥ ചിന്തയും അമേരിക്കയ്ക്കുണ്ട്. അതിന് വഴിപ്പെടാതെ നിന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇറാൻ്റെ കാര്യത്തിലാണ്. പ്രത്യേകിച്ചും ഇറാൻ്റെ പരമോന്നത ആധ്യാത്മിക നേതാവ് അയത്തുള്ള അലി ഖമനി രോഗശയ്യയിലാണ് എന്ന വാർത്ത ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ അവിടെ ഒരു അധികാര കൈമാറ്റം നടക്കണം, സ്വാഭാവികമാണ്. 85 വയസ്സിലധികം പ്രായമുള്ള അലി ഖമനിക്ക് ശേഷം അദ്ദേഹത്തിന് 2ാമത്തെ മകൻ മുജ്തബ ഖൊമേനി ആ സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിലാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനിലയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ട് സോവിയറ്റ് യൂണിയനിലും ചൈനയിലുമൊക്കെ ഉണ്ടായിരുന്ന അയൺ കർട്ടന് സമാനമായ സാഹചര്യമാണ് ഇറാൻ്റെ അകത്തളങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഭരണ കൈമാറ്റം എന്ന് പറയുന്നത് പുറത്തു നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത്ര എളുപ്പം നമുക്ക് സ്ഥിരീകരിക്കാവുന്നൊരു കാര്യമല്ല. എങ്കിലും ഒരു കൈമാറ്റം നടക്കുമ്പോൾ അതിനുള്ള ബിൽഡപ്പ് ഇറാൻ ചെയ്തിരിക്കുന്നു. കാരണം ഇറാൻ പിന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇസ്രായേലുമായൊരു യുദ്ധം നടക്കുന്നു. ഇപ്പോൾ ഇറാൻ പ്രോക്സികളിലൂടെ ഇസ്രായേലിനെ 4 പാടും നിന്നുകൊണ്ട് വരിഞ്ഞു മുറുക്കുന്നു. അത് ഇറാൻ്റെ തന്ത്രമാണ്. ഒരു സിവിലൈസേഷൻ യുദ്ധം തന്നെയാണ് നടക്കുന്നത് എന്നതാണ് ഇറാൻ്റെ ഒരു ചിന്ത. ഒരു വെറും പൊളിറ്റിക്കൽ വാർ അല്ല. ഒരുപക്ഷെ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പരിധിവരെ മൗലികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറബി രാജ്യങ്ങൾ മാറി നിൽക്കുമ്പോഴും അറബി ഇതര രാജ്യമായ ഇസ്ലാമിക രാജ്യമായ ഇറാൻ ഇസ്രായേലിനെതിരെ ധീരമായി ചെറുത്തു നിൽക്കുന്നു. പക്ഷേ ചെറുത്തു നിൽക്കുന്നത് ഓരോരോ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രങ്ങൾ, ഹമാസ് എന്ന ചെറുത്തുനിൽപ്പിൻ്റെ പലസ്തീനിലെ കേന്ദ്രം, ഗസയിലെ കേന്ദ്രം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ഇസ്രായേലിനോട് നന്നായി പൊരുതി നിൽക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കും എത്ര കാലം മുന്നോട്ട് പോകാനാവും എന്ന് ഇറാൻ അറിയില്ല. അതുപോലെ ഹൂതികൾ, യമനിലെ ഹൂതികൾ ഒരു ട്രൈബൽ വിഭാഗമാണ്. അത് ചെങ്കടൽ മേഖല കൈകാര്യം ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന തന്ത്രപ്രധാനമായ ബാബേൽ മന്ദേബ് കടലിടുക്ക് ഭാഗത്തൂടി കടന്നു പോകുന്ന, ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് വലിയ സുരക്ഷാ ഭീഷണി വരുത്തിവയ്ക്കുന്ന ഹൂതികൾ, ഇവരെല്ലാം തന്നെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുകയാണ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രഹരശേഷി ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇസ്രായേലിനെ സഹായിക്കുന്നതും ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെയെങ്കിൽ അവസാനം ഈ ഷിയ മിലിഷ്യകളിലൂടെ മാത്രം, അല്ലെങ്കിൽ സിറിയയിലെയും ഇറാഖിലെയും ഒക്കെയുള്ള ഷിയ മിലിഷ്യകളിലൂടെയും നേരത്തെ പറഞ്ഞ മിലിഷ്യ വിഭാഗങ്ങളിലൂടെയും മാത്രം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഏറെക്കാലം പൊരുതി നിൽക്കാനാവില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ
ആണവ പ്രതിരോധ സംവിധാനം. ആണവത്തെ നമ്മൾ പറയുന്നത് പ്രതിരോധ സംവിധാനം എന്നാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ആർ നെവർ ഫോർ അറ്റാക്ക്. ന്യൂക്ലിയർ ആർസനൽ ഈസ് മെൻറ്റ് ഫോർ ഡിറ്ററൻസ്, ഒരു ഡിഫൻസിന് വേണ്ടിയാണ്. വീട്ടിൽ പട്ടിയെ വളർത്തുന്നത് പോലെയാണ്. പട്ടിയെ വളർത്തുന്നത് ആരെയും കടിക്കാനല്ല. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് ഇങ്ങോട്ട് കടന്നു വരുന്ന ട്രസ്പാസേഴ്സ്, കടന്നു വരുന്നവർ, അവരെ വോൺ ചെയ്യാൻ വേണ്ടിയാണ്. ആയുധങ്ങൾ, ആണവായുധങ്ങൾ കൈവശമുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാത്തത്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലും രണ്ട് അണുശക്തികളാണ് യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവാതെ നിൽക്കുന്നത്. റഷ്യയും അമേരിക്കയും ആണവശക്തികളാണ്. വൻ ആണവശേഖരമാണ്. റഷ്യക്കാണ് ലോകത്ത് ഏറ്റവും അധികം ആണവശേഖരമുള്ളത്. 5600-ലധികം പോർമുനകളാണ് റഷ്യക്കുള്ളതായി കരുതുന്നത്. 5000-ഓളം പോർമുനകൾ അമേരിക്കയ്ക്കുണ്ട്. ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങൾക്കുമായി, ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ രാജ്യങ്ങൾക്കായി മറ്റൊരു 5000-ഓളം പോർമുനകളുണ്ട്. ഇവിടെ ഒരു പോർമുനയെങ്കിലും വെപ്പൺ ഗ്രേഡ് യുറേനിയം, അത് 60% സമ്പുഷ്ടമാക്കാനുള്ള സാങ്കേതികവിദ്യ ഇറാൻ ഉണ്ട് എന്നത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 6230 കിലോഗ്രാം അത്രയും ആണവ ഇന്ധനമാണ് ഇറാൻ്റെ കൈവശമുള്ളത് എന്നാണ് ഏറ്റവും അവസാനത്തെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ കണക്ക്. അതനുസരിച്ച് ഏതാനും ബോംബുകൾ ഉണ്ടാക്കാം. പക്ഷേ 60% സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ മാത്രമേ ഇറാൻ്റെ കൈവശമുള്ളൂ. അത് 90% സമ്പുഷ്ടീകരണം നടത്തിയാൽ മാത്രമേ എൻറിച്ച്മെൻറ്റ് ഓഫ് യുറേനിയം ടു എ പ്യുവർ ഗ്രേഡ് 90%, ആ ശുദ്ധിയിൽ ഇത് സമ്പുഷ്ടീകരിച്ച് അത് ഡെലിവർ ചെയ്യാനുള്ള മെക്കാനിസം, മിസൈലുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആണവായുധങ്ങളുടെ ഉപയോഗം നടക്കൂ. അതാണ് ഡിറ്ററൻസ്. അപ്പോൾ നമുക്കൊരു പോളിസിയുണ്ട്, ക്രെഡിബിൾ നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അത് ഇന്ത്യയുടെ പോളിസിയാണ്. നമുക്ക് ആദ്യം നമ്മൾ ആണവമായി ആരെയും ആക്രമിക്കില്ല, പക്ഷേ നമ്മൾ ക്രെഡിബിളായ ന്യൂക്ലിയർ പവറാണ് നമ്മുടെ കൈവശം ഉണ്ട്, സാധനം കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ച് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ നമ്മൾ മടിക്കില്ല. ഇത് ഡിക്ലെയർഡ് പോളിസിയാണ്. 1998 ജോർജ് ഫെർണാണ്ടസ് എന്ന അന്നത്തെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ച ഒരു നയമാണ്. അന്ന് വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിൽ. 1998. അപ്പോൾ അത് മുതൽ നമ്മൾ ക്രെഡിബിൾ ന്യൂക്ലിയർ പവർ തന്നെയാണ്. അതിന് മുമ്പ് തന്നെ 74 മുതൽ തന്നെ നമ്മൾ ആണവശക്തിയാണ്. പക്ഷേ ഇറാൻ ഒരു ആണവശക്തിയല്ല, വെപ്പൺ ഗ്രേഡ് ന്യൂക്ലിയർ ആഴ്സനൽ ഉണ്ട് എന്ന് ഇപ്പോൾ വിശ്വസിക്കാനാവില്ല. പക്ഷേ ഏത് നിമിഷവും ആണവായുധം ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ ഇറാൻ്റെ കൈവശമുണ്ട് എന്നും കഴിഞ്ഞ ഒരു മാസം, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അങ്ങനെ 3 മാസം ചേരുന്നതൊക്കെ ഓരോ മാസവും 750ഓളം കിലോഗ്രാം ആ സമ്പുഷ്ട യുറേനിയം ഇറാൻ വർദ്ധിപ്പിക്കുന്നതായി ഇപ്പോൾ IAEAയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നു. അതിനർത്ഥം ഇറാൻ്റെ ഫിസൈൽ മെറ്റീരിയലിൻ്റെ ശേഖരം ഭീതിതമായ രീതിയിൽ വർദ്ധിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും യുദ്ധം, ഇസ്രയേലുമായുള്ള യുദ്ധം ഇമ്മിനൻ്റ് ആണ് എന്ന് ഇറാൻ കരുതുന്നത് കൊണ്ട് ഇറാൻ്റെ സുരക്ഷ കൂടി കൈവച്ച നോക്കിക്കൊണ്ടാകണം ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നത്. ഇസ്രയേൽ ഒരു ഡിക്ലെയർഡ് ആണവശക്തി അല്ലെങ്കിലും നമുക്കെല്ലാം അറിയാം ഇസ്രയേലിൻ്റെ കൈവശം ഏതാനും ആണവ ആയുധങ്ങളുണ്ട്. അത് പ്രയോഗിക്കാൻ അവർ മടിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഇസ്രയേലിൽ നിന്ന് പ്രതിരോധിച്ച് നിർത്തണമെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാവണം. ഇറാനെ സഹായിക്കാൻ ചൈന വരും, റഷ്യ വരും എന്ന് മാത്രം വിചാരിച്ചിരുന്നാൽ ഇറാൻ്റെ സുരക്ഷ ഒരുപക്ഷെ അപകടത്തിലാകും. അതുകൊണ്ട് ഏറെ റിസ്ക്കുള്ള രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കാര്യം, അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ IAEA കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആണവശേഖരം അവസാനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാൻ ഒരു വെടിനിർത്തലിന് തയ്യാറാവുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു ജനുവരി 20, 2025. അതിനു മുമ്പിൽ യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണ് എല്ലായിടത്തും. അത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഒരു നയമാണ്. ഇപ്പോൾ പരമാവധി ആഞ്ഞടിക്കുക. ട്രംപ് വരുമ്പോൾ സമാധാനം കൊണ്ടുവരുമെന്നാണല്ലോ ട്രംപ് പറയുന്നത്. അതിനു മുമ്പ് സംഭവമൊക്കെ ഒരു കുളമാക്കി വെക്കുക എന്നതായിരിക്കാം. പക്ഷേ അത് ഇറാന് വലിയ സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ടൊരു മെല്ലപ്പോക്കൊരു പക്ഷേ ഇറാൻ സ്വീകരിക്കുന്നുണ്ടോ എന്നത് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫ്രോസൺ ആ സ്റ്റേജിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. അതാണ് IAEA റിപ്പോർട്ട്. അത് വിശ്വസിക്കാമെങ്കിൽ ഒരു വെടിനിർത്തൽ, അതിനുള്ള 2 കാരണങ്ങളാണ്. ഒന്ന്, മുജ്തബയിലേക്ക് അധികാര കൈമാറ്റം അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക്, അത് സുഗമമാകണമെങ്കിൽ അവിടെ ശാന്തത വേണം, സമാധാനം വേണം, യുദ്ധത്തിലേക്ക് പോകാനാവില്ല. മാത്രമല്ല ഇറാൻ ഉള്ളിൽ പുകയുന്ന ഒരു പ്രതിഷേധമുണ്ട്. സൈലൻ്റായിട്ടെങ്കിലും ഇറാനുള്ളിൽ പുകയുന്ന ഒരു പ്രതിഷേധമുണ്ട്. ഹിജാബ് വിവാദമൊക്കെ നമുക്കറിയാം. മാഷ അമിനി
എന്ന കുർദ് വനിത പോലീസ് കസ്റ്റഡിയിൽ ഹിജാബ് ധരിക്കാത്തതിന്, വേണ്ട രീതിയിൽ ഹിജാബ് ധരിക്കാത്തതിന് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതും വലിയ തോതിൽ ഇറാൻ്റെ നഗരങ്ങൾ ഇളക്കി മറിഞ്ഞതും എല്ലാം ചരിത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്, ആ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് വന്ന ഹിജാബ് ഉപേക്ഷിച്ച് വസ്ത്രങ്ങൾ പോലും ഭാഗികമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ആ വനിതയ്ക്കെതിരെ മയമുള്ള നടപടിയാണ് ഗവൺമെൻറ് എടുത്തത്. അവരെ അറസ്റ്റ് ചെയ്യുകയോ ഡീറ്റെയിൻ ചെയ്യുകയോ ചെയ്തില്ല. അതുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം കൂടി ഖൊമേനി ഭരണകൂടം നയിക്കുന്നു. അതുകൊണ്ട് പെസഷ്കിയാൻ എന്ന മിതവാദിയായ പ്രസിഡന്റ് കയ്യിലേക്ക് പൂർണ്ണമായ അധികാരങ്ങൾ വരുമോ എന്ന ഒരു ചിന്തയും ചില കേന്ദ്രങ്ങളിലുണ്ട്. ഒരു മതാധിഷ്ഠിത ഘടനയിൽ നിന്നും ഒരു പൂർണ്ണ ജനാധിപത്യ ഘടനയിലേക്ക് ഖൊമേനിക്ക് ശേഷം ഇറാൻ രൂപാന്തരം വരുത്തുമോ എന്നൊരു ചിന്തയും പല കേന്ദ്രങ്ങളിലും ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ഇറാൻ്റെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്.